ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞങ്ങൾ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ എനിക്ക് കുറച്ച് വൈകിട്ട്, ഞങ്ങൾക്ക് 2 ദിവസമായിട്ട് വയ്യ, തീരെ വയ്യ. ഇന്നും എനിക്കും വയ്യെങ്കിലും എനിച്ചേ പറ്റൂ, ഞങ്ങൾ സ്കൂളിൽ വരണം. അപ്പോൾ പതുക്കെ വേവിച്ചു. ഇനി ചോറ് കുറച്ചുണ്ട്, അത് തിളപ്പിച്ചു കേട്ടോ. എന്നിട്ട് വരുന്നത് പോട്ടെ. അപ്പം ഇന്ന് സ്കൂളിലേക്ക് ദോശ സാമ്പാറായിട്ട് നോക്കുക. അപ്പോൾ ദോശമാവ് അരച്ച് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചോറ് തിളപ്പിച്ച് വിട്ടാളത് കഴുകി അത് അടുപ്പത്ത് കയറ്റി കുളിക്കാനുള്ള വെള്ളം വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഏതിന് ശേഷം എന്നെ കുളിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചൂടുവെള്ളം വെച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ ഓരോന്ന് എനിക്കുമ്പോഴേ നേരെ വൈകിട്ടോ അതുണ്ടായത്. അങ്ങനെ സാമ്പാർ വയ്ക്കാനുള്ള കുറച്ച് പരിപ്പൊക്കെ എടുത്തു വന്നു, അതും 2-3 പ്രാവശ്യം തിരുമ്പി കഴുകിയിട്ടോ. ഇന്ന് വെക്കണത് ഒരു നാടൻ സ്റ്റൈലുള്ള സാമ്പാറുണ്ട്. നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന സാമ്പാറാണ്. ഇപ്പോഴും വളരെ കുറച്ച് വീട്ടുകളിലൊക്കെ പഴയ രീതിയിൽ വെക്കുന്നവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്, നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്റ്റൈലിൽ കേട്ടോ. ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ അമ്മ യൂസ് ചെയ്യുന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു 1/2 ടീസ്പൂൺ പരിപ്പ്, കടലപ്പരിപ്പ് അല്ലെങ്കിൽ സാധാ പരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂണോടത്തോളം 2.5 ടീസ്പൂൺ മല്ലി, ഒരു 5-10 മുളക്, 2 പിടി നാളികേരം, ഒരു 5-8 ചുവന്നുള്ളി വേണം കേട്ടോ. പിന്നെ കറിവേപ്പില വെച്ചിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി നന്നാക്കി തീരാത്താനും ഞാൻ വണക്കണേൻ്റെ ഇടയിലാണ് കേട്ടോ, പകുതിക്കാണ് ഞാൻ ഇട്ടത്. അതിൻ്റെ ഒപ്പം ചുവന്നുള്ളി ഇടാണ് അത് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ നമ്മൾ വറക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചോറ് തിളപ്പിച്ച് വെച്ചിട്ട് അപ്പുറത്ത് ചൂടുവെള്ളം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അരപ്പിനുള്ളത് വറുത്തിട്ട് കുളിക്കാൻ പോവാം. അപ്പോഴേക്ക് വരുമ്പോൾ ചൂടാറി കഴിഞ്ഞാൽ അരച്ചേക്കാം. പിന്നെ വിചാരിച്ച് പോലെ ചടപട വെച്ചിട്ട് പിന്നെ പണികൾ അങ്ങോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണം 2-3 ദിവസമായിട്ട് മേടിച്ച് വെച്ചിട്ട് ചിലതൊക്കെ കേടായി തുടങ്ങിയിട്ട് വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഞാൻ മേടിക്കുമ്പോൾ തന്നെ 1 കിലോ സാമ്പാറിൻ്റെ കഷ്ണം മേടിക്കുള്ളൂ. മുരിങ്ങക്കായ്ക്ക് 350 രൂപ, അപ്പോൾ അത് മേടിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് സാമ്പാറിൻ്റെ ആ കൂട്ടുകൾ മൊത്തം ഇട്ടിട്ട് വറുക്കാട്ടോ. ഞാൻ മുളകും മല്ലി ആദ്യം വറക്കില്ല, അതാകുമ്പോൾ ഒരു ഡാർക്ക് കളറാവും നമ്മുടെ സാമ്പാർ. എനിക്ക് അത്രയും ഡാർക്ക് കളറാവുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ ഒരു 5-8 ചുവന്നുള്ളി അതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ല ചുവക്കെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. മല്ലി മുളകും ആദ്യം വറക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു ഡാർക്ക് കളറാവും. പിന്നെ സാമ്പാർ കായപ്പൊടി കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോടത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂട്ടിയിട്ട് നന്നായി വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഫാസ്റ്റ് കായപ്പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറവാ തോന്നിയപ്പോൾ. അങ്ങനെ നമ്മളിതേ അതൊക്കെ വറുത്ത് കോരി സെറ്റായി വന്നപ്പോൾ ഒരു പാത്രത്തിൽ ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ ഈ ചട്ടി എടുത്തൊന്ന് കഴുകിയിട്ട് നമ്മുടെ വെണ്ടക്കായ ഉണ്ടല്ലോ, വെണ്ടക്കായ ഞാൻ സാമ്പാറിലിട്ട് വേവിക്കില്ല. അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഭയങ്കര കൊഴുകൊഴുത്തിരിക്കും, അത് രസമില്ല. അപ്പം ഞാൻ വെണ്ടക്കായ ഇങ്ങനെ തൊലി വെളിച്ചെണ്ണ വെച്ചിട്ട് വാട്ടി ഏകദേശം വേവണ നിലയ്ക്ക് വാട്ടി ഇങ്ങനെ എടുക്കും. 5-10 മിനിറ്റ് ചെറിയ തീരായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വെണ്ടക്കായ തുള്ളി വെളിച്ചെണ്ണ വെച്ചിട്ട് അതിങ്ങനെ വാട്ടിയെടുക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കഷ്ണമൊക്കെ നന്നാക്കി കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്ത് കൂട്ടാം. പരിപ്പ് വെന്തത് ഒന്ന് കയ്യിലുകൊണ്ട് ഉടച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നാക്കി വെച്ച കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇടുന്നത്. കല്ലുപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, തക്കാളി കുറച്ച് കൂടുതലിട്ടു കേട്ടോ. സാമ്പാറിൽ 3 അത്യാവശ്യം വലിയ തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് തക്കാളി ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിൽ തക്കാളിയുടെ ടേസ്റ്റ് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പലർക്കും പല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, സാമ്പാർ കായം, കുറച്ച് വെള്ളം, കുറച്ച് കറിവേപ്പില ഇതിട്ടിട്ട് നന്നായി അങ്ങോട്ട് വേവിക്കുക കേട്ടോ. കഷ്ണങ്ങളൊക്കെ വേവണമായിരിക്കും വേവിക്കുക. വെന്ത് വരുമ്പോഴേക്കും നമ്മളൊരു പുളി എടുത്തിട്ട് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ടെങ്കിൽ സാമ്പാറിലേക്ക് അത്യാവശ്യം പുളിയൊക്കെ വേണം കേട്ടോ. പിന്നെ ഇവിടെ 1 കിലോ സാമ്പാർ കഷ്ണം മേടിക്കുമ്പോൾ ഒരു തുണ്ട് വിരലിൻ്റെ അത്രയ്ക്ക് നീളെ ഒരു കയ്പ്പയ്ക്ക കഷ്ണം കിട്ടും. അത് ഞാൻ എന്നും ഇങ്ങനെ കുഞ്ഞിതാക്കി അരിഞ്ഞ് അതിൽ സുറുക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പുരട്ടിയാണ് വെക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചട്നിക്ക് അതിനായിട്ട് നാളികേരം ചെരിക്കുന്നു. ചട്നിയിൽ കുറച്ച് 4 ചുവന്നുള്ളിയും പിന്നെ തുണ്ടി ഇഞ്ചി, 2 പച്ചമുളക്, തരി ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സിയിലാണ്ട് അരച്ചെടുത്തോട്ടെ. അപ്പോൾ നമ്മുടെ ചട്നിയായി സ്കൂളിൽ കൊണ്ടുള്ള ചട്നി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് 6:45 അതിൻ്റെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പെണ്ണുകൾ കഴിക്കാനുള്ള വെപ്രാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാമ്പാറിൻ്റെ അരപ്പിനുള്ളത് ചൂടാറിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഞാൻ കൈ കൊണ്ട് എടുക്കണമെന്ന് മനസ്സിലാണല്ലോ. ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നത്.
അങ്ങനെ അത് നല്ലോണം അങ്ങോട്ട് തുടച്ചെടുത്തിട്ട് നല്ലോണം മിക്സിയിലാണ്ട് അരച്ചെടുക്കും. ഭയങ്കര സ്മെല്ലാട്ടോ. അപ്പോൾ മിക്സിയിലാണ്ട് അരഞ്ഞ് വരുമ്പോണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് സാമ്പാറിന് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിലെ സാമ്പാർ വയ്ക്കുമ്പോൾ ആ ഒരു മണം, അപ്പുറത്ത് വീട്ടിലൊക്കെ സാമ്പാർ വയ്ക്കുമ്പോൾ ഒരു മണമില്ല, ആ ഒരു സ്മെല്ലാട്ടോ നമുക്കിങ്ങനെ പണ്ടത്തെ ഓർമ്മകൾ വരും. എനിക്ക് അനുവേൻ്റെ വീട്ടിലത്തെ ഓർമ്മകൾ വരും കേട്ടോ. അനുവേൻ്റെ വീട്ടിൽ കൂടുതലും ഇങ്ങനെയാട്ടോ, അനുവേൻ്റെ എടുത്ത് സാമ്പാർ വയ്ക്കുക. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ അരച്ച് നിങ്ങളുടെ വീട്ടിലത്തേക്ക് ഓർമ്മ വന്നു. നിങ്ങളുടെ വീട്ടിലെല്ലാം ഇങ്ങനെ വയ്ക്കുക. പണ്ടൊക്കെ അമ്മമാരിങ്ങനെയാണ് വെച്ചാൽ മതി. പിന്നെ അങ്ങനെ ഡെപ്പറാണ് നമ്മളിപ്പോൾ മേടിച്ചൊക്കെ പൊടിച്ചേക്കല്ലേ. പക്ഷേ ഈ സാമ്പാറിന് ഒരു വേറെ സ്മെല്ലല്ലേ, സ്മെൽ. അങ്ങനെ ഈ പുളിയൊക്കെ നന്നായി അത് തിരുമ്പി അത് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അതിൻ്റെ അതിൻ്റെ ദേശമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തു. അപ്പോഴേക്കും നമ്മുടെ കഷ്ണമൊക്കെ ഏകദേശം തിളച്ച് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഷ്ണം വെന്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാറ് പുളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പലരും പല തരത്തിലാണ് വെക്കാറ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഉണ്ണുകൾക്ക് സ്നാക്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണ്ണുകൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളൂ, മധുരമുള്ളതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് അതിൽ കുറച്ച് കാശ്മീർ ചില്ലി പൗഡറും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് ചിക്കൻ മസാലയും കറിവേപ്പിലും കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ചിട്ട് അതങ്ങോട്ട് തിരുമ്പി കൂട്ടിയാണ് വെക്കും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് വറുത്ത് എടുക്കല്ലേ വേണ്ടോ. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ നമ്മുടെ തിളച്ച് ഏകദേശം വെന്ത് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുളി പിഴിഞ്ഞ് വയ്ക്കുക കേട്ടോ. ആ ഒരു പുളി എനിക്ക് സാമ്പാർ കുഴപ്പമില്ലാണ്ട് പുളി വേണം കേട്ടോ. അങ്ങനെ ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ 2 ദിവസത്തേക്കായിട്ട് വയ്ക്കും കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം ഒരു കുക്കർ സാമ്പാർ വയ്ക്കും. പൊന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സാമ്പാർ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഈ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൊണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അരച്ച് നന്നായിട്ട് ഇളക്കുക. സൈഡിലൊക്കെ ആ പരിപ്പിൻ്റെ ഇതൊക്കെ ഇരിക്കണം, അതൊക്കെ ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. സെറ്റ്, നമ്മുടെ സാമ്പാറിൻ്റെ അരപ്പുമായി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് ആവശ്യത്തിന് കട്ടിക്കനുസരിച്ച് നോക്കിയിട്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് പറഞ്ഞപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. കുറച്ചുകൂടി പൊടി ഞാൻ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കട്ടി കുറച്ച് കൂടുതലായി കുറച്ച് പിന്നെ വെണ്ടക്കായ വാട്ടി വെച്ചില്ല അതും ഇട്ട് കൊടുത്തിട്ട് അത് ഞാൻ ഒന്ന് തിളയ്ക്കുക വേണ്ടോ. അത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുള്ള വെണ്ടക്കായ, അപ്പോൾ ഞാൻ തിളയ്ക്കുക വേണ്ട കേട്ടോ. അപ്പോൾ ഞാനോട് ഉപ്പൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് നോക്കിയിട്ട് പറഞ്ഞിട്ടോ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. ഒരു നുള്ളു ഉപ്പ് കുറവാന്ന് പറഞ്ഞു. അതാണ് ഞാൻ വീണ്ടും ഒരു തരി ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ. എനിക്കിപ്പോൾ ഉപ്പും പുളിയൊന്നും അറിയണില്ല, പക്ഷെ നല്ല സ്മെല്ലുണ്ടായിരുന്നു സാമ്പാറിന്. ചോറിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം കുറച്ച് ചോറുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും ഭക്ഷണത്തിനോട് ഒരു മട്ടിപ്പായിരുന്നു, ആർക്കും ഭക്ഷണം വേണ്ട, അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഇന്ന് കുറച്ച് ചോറുണ്ട്. ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് വിട്ടിട്ട് ഇന്ന് ചോറൊന്നും വെച്ചില്ല. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല പറ്റി വയ്ക്കുക കേട്ടോ. ഞാൻ മസാല പറ്റി വയ്ക്കാൻ വേണ്ടി അരിഞ്ഞപ്പോഴാണ് നമ്മുടെ സാമ്പാറൊക്കെ തിളച്ച് വെന്തത്. അപ്പോഴേക്കും പിന്നെ വെച്ചു അത് അരപ്പൊഴിച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞില്ലേ. അങ്ങനെ അത് കഴിഞ്ഞു. ഇതേണ്ട സാമ്പാറിന് തിളച്ച് വന്നപ്പോൾ നമ്മൾ കടുക് വറക്കട്ടെ. കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് കാച്ചിയാണ് ഇട്ടുകൊടുത്തപ്പോൾ നമ്മുടെ സാമ്പാർ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ട രാവിലെ അരിച്ച് കഴിഞ്ഞാൽ എന്തൊരു ചക പോകാൻ പണിയല്ലേ. ഇന്ന് ഫുൾ ഡേ പണി തന്നെയായിരുന്നു കേട്ടോ. ഫുൾ ഡേ പണി തന്നെയായിരുന്നു. പണിയെടുത്ത് ലാസ്റ്റ് 5 മണി വരയ്ക്കും ഇന്ന് പണിയോളം തന്നെയായിരുന്നു. പണി തീരണോടില്ല. അങ്ങനെ ചില ദിവസം വൈകിയാണ് നമുക്ക് പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നുക കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അങ്ങനെ നമ്മൾ സാമ്പാർ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ 2 ചട്ടി വെച്ചു. അതിൽ ചട്ടിയിൽ നമ്മൾ കയ്പ്പയ്ക്കായ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും സുറുക്കി ഒഴിച്ച് പരട്ടി വെച്ചതൊന്ന് വറക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് നമ്മൾ ചട്നി കാച്ചാൻ വേണ്ടിയിട്ടാട്ടോ. ചട്നി ഞാനിങ്ങനെ തന്നെ കാച്ചാറുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടും, ഉലുവയിടില്ല, വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ചട്നി ഞാൻ അതിലേക്ക് ഒഴിക്കില്ല. വീട്ടിൽ കഴിക്കുന്ന ചട്നിയാണെങ്കിൽ ഞാൻ ചട്ടിയിലേക്ക് ഒഴിക്കില്ല കേട്ടോ, തിരിച്ച് ഇങ്ങോട്ട് ഒഴിക്കുക. പിന്നെ ഉണ്ണുകൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചട്ടിയിലെടുത്ത് ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ ചട്നി ഉച്ചത്തിൽ ഞാൻ കേട് വരില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ തൈര് കുറച്ചെടുത്തു, കട്ട തൈരെടുത്തു. അതിലേക്ക് നമ്മൾ കയ്പ്പയ്ക്ക വറുത്തതിട്ടു. അതിൽ കുറച്ച് ഉപ്പും ഒരു പച്ചമുളക് ഇട്ടിട്ട് നന്നായി അവിടെ ഇളക്കി കൊടുക്കണം. പിന്നെ ആ വെളിച്ചെണ്ണയിൽ ഞാൻ ആ കറി കാച്ചി കൂട്ടാൻ പോകട്ടോ. അതിൽ കടുക്, ഉലുവ,
കറിവേപ്പില വറ്റൽമുളക് അതിട്ടിട്ട് നമുക്ക് കാച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചമുളക് ഇടുന്ന വേറെ ഒന്നും ഇല്ല കേട്ടോ. നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് വേറെ എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഭക്ഷണം ഇങ്ങനെ തരി വേണമെങ്കിൽ ഒന്ന് ചോറിൽ തിരുമ്പി കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പക്ഷേ സാമ്പാറും ഇതും കൂടി ഭയങ്കര കോമ്പിനേഷനാട്ടോ. ഇത് ഉണ്ടാക്കാത്തവരോട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. പറയാം, പുളിയില്ലാത്ത തൈര്, കട്ട തൈര് വേണം കേട്ടോ, എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പച്ചടി പുളിയുടെ തൈരിന് ഒരിക്കലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ സ്നാക്സിന് ഒരു 5-8 നെഗേഴ്സ് എടുത്ത് വറക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഒന്നും വയ്ക്കേണ്ട അവർ പോയി. പിന്നെ ഞാൻ സാമ്പാറിൽ മല്ലിയില ഇട്ടു. ഞാൻ കഴുകി അരിഞ്ഞൊക്കെ വെച്ചു, ഞാൻ ഇടാൻ മറന്നു. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തപ്പോൾ ആ പാത്രത്തിൻ്റെ അടിയിൽ കഴുകി ഇങ്ങനെ വെച്ചിരിക്കണു. അപ്പോൾ വേഗം എടുത്തിട്ട് ആ സാമ്പാറൊക്കെ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടം സാമ്പാറിൽ മല്ലിയില ഇടുന്നത് ഇഷ്ടമാട്ടോ. ചിലർക്ക് മല്ലിയില ഇഷ്ടമില്ല, അങ്ങനത്തെ ഒരു മല്ലിയില ഇടണ്ട. പക്ഷേ ഇങ്ങനെ ഈ സാമ്പാർ നമ്മുടെ നാട്ടുകാരില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഞാൻ പണ്ട് ഇതുപോലെ എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാട്ടോ സാമ്പാറിൻ്റെ. എന്താ വെച്ചാൽ തിരുവനന്തപുരം സൈഡിലൊന്നും നാളികേരം അരയ്ക്കാണ്ടല്ലേക്ക്. അപ്പോൾ ഇതുപോലെ വെച്ചപ്പോൾ ഇഷ്ടമായി. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് സാമ്പാർ വെക്കാറെന്നൊക്കെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ സാമ്പാർ വെക്കുന്ന വീഡിയോ ഒക്കെ അയച്ചു തരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഉരുളക്കിഴങ്ങൊക്കെ വറക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ണുകൾക്കുള്ള ദോശ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഉണ്ണുകൾക്ക് സ്കൂളിൽ കൊടുത്തേക്കുമ്പോൾ കുറച്ച് കട്ടി ദോശ ഉണ്ടാക്കട്ടെ. എന്താ വെച്ചാൽ നമ്മൾ നല്ല നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ദോശ അവിടെ എത്തുമ്പോൾ ഉണങ്ങിയാലും ശരി ഒരു തരി കട്ടിയിലുണ്ടാക്കുക. അത് വലിയ താല്പര്യമൊന്നും ഇല്ല അവർക്ക്, അങ്ങനെ കട്ടിയുള്ള ദോശ. അവർക്ക് നല്ല കനം കുറഞ്ഞ ദോശയോട് ഇഷ്ടമാട്ടോ. അങ്ങനെ നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന കാര്യം 5 ദോശ ഉണ്ടാക്കിയിട്ടാ, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ട് 5 ദോശ ഉണ്ടാക്കി. പിന്നെ ഉണ്ണുകൾക്കുള്ള സ്കൂളിൽ കൊണ്ടുള്ള ഫുഡിൻ്റെ പാത്രം നമ്മൾ 3-4 ദിവസമായി. വെള്ളിയാഴ്ച സ്കൂളിൽ പോയിട്ടില്ല, പിന്നെ ശനി ഞായർ തിങ്കളാഴ്ച പോയിട്ടില്ല. 4 ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടോളൂ. അപ്പോൾ പാത്രമൊക്കെ തുടച്ച് ക്ലീനാക്കി അതിലേക്ക് നെഗീസും ഉരുളക്കിഴങ്ങ് വറുത്തതും സോസും കൂടിയിട്ട് അതിൽ വെച്ചപ്പോൾ അതിലേക്ക് രാവിലേക്കുള്ള സ്നാക്സ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇഷ്ടമാണ് ഇത്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഹെൽത്തി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അവർ കഴിക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ടേ. പിന്നെ ദോശ അതേ ഒരു 2.5 ദോശ വീതം 2 ആൾക്ക് 2 വെച്ചു. പിന്നെ ഒരു ദോശയുടെ പപ്പാതീശ വെച്ച് കൊടുത്തിട്ടോ. കഴിച്ച ഭാഗ്യം അത്രേ ഉള്ളൂ. കഴിക്കൊന്നുമില്ല, ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കില്ല, അങ്ങനെ കേട്ടോ. പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചട്നി ആക്കിയിട്ട് ആ ദോശയുടെ അടിയിൽ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. നമ്മൾ ആ സ്നാക്സ് കൊണ്ടുപോകുന്ന പാത്രത്തിൻ്റെ ചെറിയ പാത്രം കേട്ടോ. പിന്നെ ഇതേ 2 ആളുടെ കൂട്ടാൻ പാത്രത്തിൽ കുറേശ്ശെ സാമ്പാർ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് വെച്ച് കൊടുത്തിട്ട്. പിന്നെ കുടിക്കുമ്പോൾക്ക് വെണ്ടക്കായ ഇഷ്ടമായാലും ഒരു വെണ്ടക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാമ്പാറും ആക്കി. അതിന് ശേഷം നമ്മളൊരു പാത്രമൊക്കെ പൊതിഞ്ഞ് സെറ്റ് ചെയ്യാം കേട്ടോ സ്കൂളിൽ കൊടുത്തേക്കുള്ളത്. അപ്പോൾ ഇതാദ്യം കുണിക്കുമ്പോഴുള്ള ബാഗാട്ടാ. കുണിക്കുമ്പോഴുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്തു, അത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ കുണക്കന്മാരുടെ ചുറ്റുപാത്രം കെട്ടി അതും സെറ്റ് ചെയ്തു കേട്ടോ. അവൻ്റെ ബാഗ് കൊടുത്തു കൊടുന്നു. വെള്ളമുപ്പിയിൽ വെള്ളം അനുവേട്ടം നിറച്ച് വെച്ച് കുണുക്കെടുത്ത് കൊടുന്നു കേട്ടോ. അങ്ങനെ ഒരു കിതപ്പാണ് കേട്ടോ രാവിലെ ഇട്ടിട്ട്. അതൊക്കെ കഴിഞ്ഞ് കുളിപ്പിച്ച് ഉണ്ണോളെ കുളിപ്പിച്ച് ഞാൻ കുളിച്ച് അന്നേട്ടം കുളിച്ച് ഞങ്ങൾ ഉണ്ണോളെ സ്കൂൾ ഉണ്ടാക്കി. പിന്നെ കുറച്ച് നേരം അമ്മേടെ അടുത്ത് വന്ന് ഇത് വർത്താനൊക്കെ പറഞ്ഞ് ഒരു 11 മണിക്ക് കഴിഞ്ഞിട്ട് വീടെത്തുമ്പോൾ എത്തിയതിന് ശേഷം എനിക്ക് നല്ല വിശപ്പ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇതുപോലെ കനം കുറഞ്ഞ ദോശ എൻ്റെ ഉണ്ണോൾക്ക് ഇഷ്ടം. പക്ഷെ അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റാത്തതിന് കുറച്ച് കട്ടി ദോശ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നല്ല കനം കുറഞ്ഞ ദോശ ഉണ്ടാക്കി. ഞാൻ ഏട്ടനോട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം, എനിക്ക് എൻ്റെ വായിൽ വെച്ചെന്ന് തോന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ആളും ഒരു പ്ലേറ്റിൽ തിന്ന് ആ പണി കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ 2 ആൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് അവിടെ പോയി ഇരുന്ന് കഴിച്ച് വരുമ്പോൾ നേരെ വഴുകും. ഇഷ്ടം പോലെ പണി കിടക്കുന്നു. ഒരു റൂം നിറയെ തുണികളാണ് മടക്കാൻ കിടക്കുന്നത്. ഞാൻ മല്ലേ കുറേ ദിവസമായിട്ട് നമ്മൾ ഈ മനസ്സിനും ശരീരത്തിനും സുഖമില്ലാണ്ടിരിക്കുന്നു. അതാ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ ചേട്ടാ. അപ്പോൾ എന്തൊക്കെ ഫുഡിൻ്റെ റെസിപ്പികളാണ് വേണ്ടത് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ ഇടണം കേട്ടോ. അപ്പോൾ എനിക്ക് അറിയണത് ഇതാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു സാമ്പാർ വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയുണ്ട്. നമ്മുടെ തൃശ്ശൂർകാരല്ല, നമ്മുടെ പുറത്തുനിന്നുള്ളവർക്കാണ് കൂടുതലും. എന്നാലും നമ്മുടെ തൃശ്ശൂരുള്ളവർക്കായാലും ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവും. ഗൾഫിലുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ തന്നെ സാമ്പാർ ഉണ്ടാക്കാറില്ല. പൊന്നും സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ചില നേരത്തെ വിളിക്കുമ്പോൾ ഇത് ഒന്നുകൂടി പറഞ്ഞാൽ എന്തൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. ഇതുപോലെ മസാലയൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. അതിൽ അളവുകൾ കുറച്ച് കൂട്ടിയിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് അരച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഉണ്ടാക്കാം. അപ്പോൾ എളുപ്പമായി ജോലിക്ക് പോകുന്നവർക്കൊക്കെ. ഞാൻ ഒരാളൊക്കെ ഉണ്ടാക്കി വന്നു. അമ്മയുടെ അടുത്ത് പോയി കുറച്ച് നേരം അമ്മയുടെ അടുത്ത് നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ ടെൻഷനില്ല. അമ്മേനെ നോക്കണ ചേച്ചി പോവുക. അപ്പം അമ്മേനെ നോക്കാൻ ഒരാളെ കിട്ടിയിട്ടില്ല അല്ലേ, അതിൻ്റെ ടെൻഷനിലാണ്. നമുക്ക് അമ്മേനെ നോക്കുന്ന ആൾ സ്ഥിരം ഫുൾ ടൈം അമ്മേൻ്റെ അടുത്ത് വേണേ. അല്ലെങ്കിൽ പോയി വരികയാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആരെയും കിട്ടും. രാവിലെ ഇപ്പോൾ ഉള്ള ആൾ 1.5 വർഷമായി നമ്മുടെ വീട്ടിൽ. ഒരാൾക്ക് ഇപ്പോൾ വേറെ എവിടെയും ജോലി ഗൾഫിലേക്ക് റെഡി ആയിട്ട് പോകാമെന്ന് തോന്നുന്നു അല്ലേ.
ആള് പോവാണ്. എല്ലാ പാത്രം കഴുകാൻ എടുക്കുക. ഇപ്പം ഒരു പ്ലേറ്റ് ഉള്ളു. എന്നങ്ങനെ വിചാരിക്കുക, ഒരു പ്ലേറ്റ് തിന്നുക. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ മിറ്റം അടിക്കാൻ വേണ്ടി മിറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മാങ്ങ ഉണ്ടായ കാര്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ആരോടാ പറയണ വെച്ചത് ഈ നമ്മുടെ അനിയേട്ടനോടാട്ടോ. അനിയേട്ടനുണ്ട് ബൈക്കിൽ തുടയ്ക്കണ വടി അനിയേട്ടൻ അടിച്ച് തുടയ്ക്കാൻ പോകട്ടോ. അപ്പോൾ അടിച്ചു കയറിയിട്ടുണ്ട് ഇനി തുടയ്ക്കാൻ പോകണം. അപ്പോൾ തുടയ്ക്കണ വടി കഴുകാൻ വേണ്ടി ബാക്കിലേക്ക് വന്നേട്ടാ. അപ്പോൾ ആകെ ചപ്പൻ ചവറായിക്കുന്നു. 2-3 ദിവസമായി അടിച്ചു കയറിയിട്ട്. അപ്പം ഞാൻ ആ കരടുകളൊക്കെ ഒന്ന് അടിച്ച് നീക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഇത് അടിച്ചു വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ പൊടിയിൽ ഈ മാവിൻ്റെ മുകളിലുള്ള മാവിൻ്റെ പൊടി എന്ത് പൊടി മേത്തായാലും അപ്പം അലർജി കേട്ടോ. എനിക്ക് പൊടികളൊന്നും മണ്ണിൻ്റെ പൊടിയൊന്നും പറ്റില്ല കേട്ടോ. കാലുമിക്കൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ കാലിൻ്റെ ഏകദേശമൊക്കെ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ഉച്ചയാകുമ്പോൾ ഈ സത്യം പറഞ്ഞാൽ അലർജിയുടെ ഗുളിക കഴിച്ചിട്ട് ഇപ്പോൾ അതേ തൂങ്ങിയിട്ടിരിക്കുന്നത്. രാത്രിയാണ് കഴിക്കാറ്. പക്ഷെ ഇന്ന് അടിച്ചൊരിയ കാരണം ചുമേലൊക്കെ ചൊറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ അലർജിയുടെ ഗുളിക ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മതേ കുറച്ചൊക്കെ അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ടൊക്കെ നീക്കി. അത്രയ്ക്ക് തന്നെ അടിച്ചോളൂ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് അടിച്ചൊന്നുമില്ല. നല്ല വെയിലുണ്ട്. നല്ല നമുക്ക് ഇപ്പോൾ ചൂടും വെയിലും കൂടി നമ്മൾ പുറത്തുനിന്ന് അടിച്ചാൽ എളുപ്പമില്ല. അപ്പോൾ ഉള്ള കുറച്ച് തണലൊക്കെ അടിച്ചൊരു അവിടെ നിന്ന് ബാക്ക് വശമൊക്കെ കുറച്ച് അടിച്ച് ഇങ്ങനെ ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടു കേട്ടോ. നമ്മുടെ അടുക്കളയുടെ ബാക്ക് വശം നോക്കുമ്പോൾ ഇങ്ങനെ കരടായി കിടക്കുമ്പോൾ ഒരു ജാതിയില്ല. അപ്പോൾ അതൊക്കെ അടിച്ചൊരി അങ്ങോട്ട് നീക്കി. അപ്പോഴേക്ക് പട്ടി കതയ്ക്കണ പോലെ കതയ്ക്കണം കേട്ടോ. എന്നിട്ട് വളരെ വേഗം കാല് കഴുകുക കേട്ടോ. വേറെ ഒന്നുമല്ല, മണ്ണുണ്ടെങ്കിൽ കാലൊക്കെ ചവിട്ടി തിരുമ്പി കഴുകുക. മണ്ണുണ്ടെങ്കിൽ ഇനി കാല് ചൊറിയാൻ ഞാൻ എങ്ങോട്ടും പോകണ്ടിരുന്നു ഇങ്ങനെ മാതാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കൈ കാലം മുഖമൊക്കെ ഒന്ന് കഴുകി ആകെ വേർത്തു. വരുമ്പോഴേക്ക് വെള്ളം തയ്ച്ചു കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകട്ടെ. അടുത്ത പരിപാടി നമ്മുടെ അടുക്കള ക്ലീനിങ് ആണ് കേട്ടോ. അപ്പം അതിനോട്ടെ അടിച്ചൊരു തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ മറ്റേ അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാം പണി കഴിഞ്ഞ് ക്ലീനാക്കി. ഇനി ഈ ഒരു അടുക്കള കൂടി ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടുക്കള എല്ലാവരും ഇങ്ങനെ നമ്മൾ എത്ര തുടച്ചാലും എന്നും പൊടി ഉണ്ടാവും. നമ്മളിത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഡെയിലി തുടയ്ക്കാനായിട്ട് ഞാനിത് ഓരോ ദിവസം കഴിക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഉപയോഗിക്കണമെങ്കിൽ പിന്നെ സത്യം പറഞ്ഞാൽ വയ്യാണ്ടാവും. നമുക്ക് എല്ലാം പണി കൂടി നമ്മളെ പറ്റണില്ല. അപ്പോൾ ഇത് നമ്മൾ അതിനായിട്ട് ഇവിടെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹലോ എന്ന് വെച്ചപ്പോൾ എന്നിട്ട് ആരാണാവോ വെച്ചിട്ട് എത്തിച്ച് നോക്കണം. അപ്പോഴേക്കും നമ്മുടെ റൂമിലൊക്കെ ഇടയ്ക്കൊക്കെ വിരിച്ച് എൻ്റെ തലോണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് വിരിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി കൊണ്ടുവയ്ക്കുക വേണ്ടോ. സത്യം പറഞ്ഞാൽ അന്യാട്ടിനും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എൻ്റെ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കലായാലും. ഇപ്പോൾ ഞങ്ങൾക്കൊരു വീഡിയോ എടുത്തതിനും ആരുമില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാലും വീഡിയോ എടുത്താലൊന്നും അറിയാത്തതിനും ഞാൻ ഒറ്റയ്ക്ക് ഇത് ഓരോന്ന് ചെയ്യുമ്പോൾ അവിടെ ഓണാക്കി ഇങ്ങനെ ഓണാക്കി അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതേ വീടൊക്കെ ഏകദേശം അന്വേട്ടൻ തുടയ്ക്കാൻ തുടങ്ങിയാലേ ഞാൻ 10 മിനിറ്റോട് തുടയ്ക്കുന്നത് അന്വേട്ടൻ 1 മണിക്കൂറായിട്ട് തുടയ്ക്കുക. വേറെ ഒന്നിങ്ങനെ അമർത്തി തുടച്ചുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ആ റൂം നിറയെ തുണാട്ടോ. അപ്പോൾ ഇത് ഇന്ന് തിരുമ്പി ഉണക്കിക്കൊണ്ട് വെച്ചാട്ടോ. അപ്പോൾ അതൊക്കെ ഇന്ന് മടക്കാട്ടോ. സെറ്റിമ ഹാളിൽ കിടക്കുന്നുണ്ട് ഒരു ജാതിയില്ല. അങ്ങനെ അതൊക്കെ മടക്കുന്നതിൻ്റെ ശേഷം അതിനായിട്ട് കുളിക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി ചൂടുവെള്ളം വേണമെന്ന് ചോദിച്ചിട്ട് കുളിക്കാൻ. അപ്പം എന്നിട്ടാണ് വേണ്ടാന്ന്. അപ്പം എനിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം കൊണ്ടുവച്ചു. ഞാൻ എനിക്കിടാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് രാവിലെ കുളി കഴിഞ്ഞാട്ടോ. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു കുളിക്കാമെന്ന് ചോദിച്ചു. എന്താ വെച്ചാൽ ഇനി ചുരിദാറുമ്മയ്ക്കൊക്കെ അടിച്ച് വരുമ്പോൾ മണ്ണായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പൊടി ഇരുന്ന് ഇങ്ങനെ പുറമൊക്കെ ചൊറിഞ്ഞിട്ട് പക്കിടുകൊണ്ട് മതി. എന്നിട്ട് പുറക്കുണ്ട് കൂറിൽ വീണു ആകെ. അത് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ അലർജി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സമയം 2:30 ആയിട്ട് എല്ലാം പണികളും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴൊരു മനസ്സമാധാനം ഉണ്ടോ വെച്ചില്ല. അത് ഉണ്ണികൾക്ക് ട്യൂഷനില്ല. ഉണ്ണികൾ വന്നു കഴിഞ്ഞാൽ അവരെ കുളിപ്പിക്കൽ, അവർക്ക് ഫുഡ് കൊടുക്കൽ. ഇന്ന് കുളിക്ക 2 ദിവസമായി പറഞ്ഞു കേട്ടോ. സാമ്പാറും മീൻ വറുത്തതും വേണമെന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിൽ പോയിക്കാൻ. ഇന്നലെ രാത്രി പറഞ്ഞു നാളേക്ക് സാമ്പാറും മീൻ വറുത്തത് ഉണ്ടാക്കി ഒരു അമ്മ ചോദിച്ചിട്ടാണ് പോയത്. ഏതോ ഇൻസ്റ്റയിൽ ഏതൊരു വീഡിയോയിൽ സാമ്പാറും ചോറും മീൻ വറുത്ത കൂട്ടി ചോറിനത് കണ്ടതാണ് കാരണം സത്യം പറഞ്ഞത്. അപ്പം ഞാൻ രാവിലെ മീനൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞിരിക്കാൻ കേട്ടോ ഇനി വന്നതിന് എന്തൊക്കെയുള്ള അടിക്കുള്ള കാരണമായി എന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷേ ഞങ്ങളുടെ നല്ല കാര്യത്തിന് അവർ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി ഞങ്ങൾക്ക് മീൻകാർ വഴിയിൽ മീൻ വിൽക്കുന്നുണ്ടപ്പോൾ ഒരു 1/2 കിലോ അയില മേടിച്ചു. മീനൊക്കെ ഭയങ്കര വില. എന്നാൽ വലിയ ടേസ്റ്റും ഇല്ല. ഇനിയിപ്പോൾ കാശ് കൊടുത്ത് മേടിച്ചു വലിയ ടേസ്റ്റൊന്നും ഇല്ല മീൻ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തല തോർത്താൻ വേണ്ടി പുറത്തു നിൽക്കട്ടെ. ഇനി എന്താ വെച്ചാൽ അകമ്പേരെ കടിച്ചില്ലെങ്കിൽ മുടി ഇങ്ങനെ ഇതാക്കി ഇനി മുടി കൊഴിയേണ്ടതെന്ന് വെച്ചാൽ പുറത്തു വന്ന് നിന്നിട്ട് ഒക്കെ ഒന്ന് തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടെ.
സത്യം പറഞ്ഞാൽ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ചൂടുവെള്ളത്തിൽ ഉച്ചനകത്ത് കുളിച്ച് കഴിഞ്ഞാൽ ചൂടല്ല. രാവിലെ തല കുളി കഴിഞ്ഞാട്ടോ, പക്ഷേ എനിക്ക് കുളിക്കുമ്പോൾ എനിക്ക് തലയും കുളിക്കണം, അതെൻ്റെ ശീലമാട്ടോ. അപ്പോൾ ഞാൻ എന്നോട് മുടിയൊന്നും തൊട്ടിരിക്കാൻ ആകെ വെള്ളമാണല്ലോ, ഉണ്ണി തോർത്തിക്കൂടെ എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ടോ, വേറെ ഒന്നുമല്ല. ഉണ്ണിക്കതൊന്നും തോർത്തിക്കൂടെ എന്നുണ്ട്. അപ്പം ഞാൻ ഇനി സാരില്ല, ഇനിയിപ്പോൾ പുതിയ വേറെ തോർത്തെടുക്കണ്ട, കഴുകി ചെയ്യുന്ന എടുക്കണ്ട. ഈ തോർത്ത് നനവാണേ, നനഞ്ഞ് തോർത്തോണ്ട് തുടച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം ഞാൻ ഉണങ്ങി തോർത്തെടുക്കണ്ടേ എന്നുള്ള മടി കൊണ്ടാണ് ഞാൻ ഇന്ന്. അത് കുഴപ്പമില്ല, അത് മുടി കെട്ടിച്ചിട്ട് 5 മിനിറ്റ് കഴിപ്പിക്കും, കാറ്റടിച്ച് ഉണങ്ങിക്കോളും എന്നിട്ടാണ്. അപ്പം വല്ല അസുഖം വരട്ടേന്നുകൊണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞ സുന്ദരി ഏരിയെന്ന് വെച്ചിട്ടിരിക്കട്ടോ. അപ്പോഴേക്കും എൻ്റെ കഴുത്തുമ്പത്തെ കളർ കൂടി വേണ്ടല്ലോ ഉണ്ണിന്ന് പറയട്ടോ. സമയം 2:47 കേട്ടോ സമയം. അപ്പോൾ ഈ ഉണ്ണാളൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞങ്ങൾ അമ്മേടെ അടുത്ത് പോയി. ഒന്നുകൂടി പോകണം. എന്തേ? അപ്പോൾ അമ്മേടെ അടുത്ത് പോയി. അപ്പോൾ വന്നു. അതിൻ്റെ ശേഷം വീട്ടിൽ കുറേ പണികളുണ്ടായിരുന്നു. ഇനി ഒരു ലോഡ് തുണി മടക്കാൻ റൂമിൽ കിടക്കുക, അലമാരി ഒതുക്കാണ്ട് കുറേ പണികളുണ്ട്. കുപ്പിന്ന് വന്ന ഭൂതമുണ്ടായിരുന്നു. നല്ല പണി, നല്ല ചടങ്ങാണ്, നല്ലൊരു ചടങ്ങാണ്. അപ്പോൾ രാവിലെ വന്നു, ദോശ കഴിച്ചു, പിന്നെ പണികൾ സ്റ്റാർട്ട് ചെയ്തു. പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമാധാനമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. മേലൊക്കെ ചൊറിഞ്ഞു. മിറ്റടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മിറ്റാൻ അധികം അടിക്കാറില്ല. മിറ്റ എപ്പോഴെങ്കിലും അടിച്ചാൽ ആ പൊടി മേത്തായി കഴിഞ്ഞാൽ അലർജി. അപ്പം ഇന്ന് അവിടെ നിറച്ച് ആ പ്ലാവിൻ്റെ ഇല വീണ് കണ്ടപ്പോൾ ഒന്ന് അടിച്ചു വരാൻ തോന്നി. മാവിൻ്റെ ഇല വീണ് കണ്ടപ്പോൾ അടിച്ചു വരാൻ തോന്നി. ഒന്ന് അടിച്ചു വരുമ്പോൾ ഇതപ്പോൾ മേലൊക്കെ ചൊറിഞ്ഞു. എന്നിട്ട് പോയിട്ട് കുളിച്ചു. കുളിയും കഴിഞ്ഞ് അനിയേട്ടൻ കുളിയും കഴിഞ്ഞ് എൻ്റെ കുളിയും പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അനിയേട്ടൻ കുളിക്കണം. അനിയേട്ടൻ കുളിച്ച് എനിക്ക് കുശുമ്പ, ഞാൻ കുളിച്ചില്ലെങ്കിൽ. അപ്പം ഞാൻ പറയാൻ പറ്റില്ലേ, നമ്മളെ ചെണ്ടം പിടിക്കാണ്ടായാലോ. ചുവപ്പ് നിറ വീണ്ടും കൂടി ഭയങ്കര ആൾക്കാർ ചീത്ത പേര് പറയണത് മൊത്തം പാവി പെൻഷന് ചീത്ത പേര് പറഞ്ഞ് മാത്രം വെച്ച് ഭയങ്കര നിറയില്ല. എന്താ ചില നേരത്തെ ഇങ്ങനെ നേരാവുണ്ട്. എന്തിനാട്ടെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അപ്പോൾ എന്താ പറയുക പറഞ്ഞു തന്നത്. അപ്പോൾ ഒരു കമൻറ്റ് നിൽക്കുക, നിങ്ങൾ ഡ്രസ്സ് എടുക്കണ കാശ് ഉണ്ടായ പോലെ നിങ്ങൾക്കൊരു ഹീറ്റർ മേടിച്ചേക്കുക. എന്തിനും ഇങ്ങനെ ഗ്യാസ് അടിച്ച് ചൂടും. നിങ്ങൾക്കറിയാം സഹോദരി, ഹീറ്റർ മേടിച്ചത് നല്ലതാണെന്ന് അറിയാം. ഞങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുക വെച്ചാൽ ഞാൻ കുട്ടിക്കാലം തൊട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ച് ശീലിച്ചു. അതേപോലെ തന്നെ അതിനായിട്ടും അതേ ശീലം ഞങ്ങളുടെ മക്കളിലും പഠിപ്പിച്ചു. അത് ഞങ്ങൾക്ക് പച്ചവെള്ളത്തിൽ കുളിക്കലില്ല, ചൂടുവെള്ളത്തിലെ കുളിക്കുക ഞങ്ങളെല്ലാവരും. അതിൻ്റെ പുറമെ നമ്മൾ ഡ്രസ്സ് മേടിച്ച് കാശ് കളയണ കാശ് എന്ന് പറയുമ്പോൾ എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരാൻ എത്ര ആളായി പറ മേടിച്ചു തന്നിട്ട് അവര് പറഞ്ഞു മേടിക്കണ കാശ് എന്ന് പറഞ്ഞു. അപ്പൊ മേടിച്ച് തരണ കാശിന്റെ കണക്ക് നോക്കണം. മേടിച്ചതിന് എത്ര ആളായി? എനിക്ക് തോന്നുന്നു ലാസ്റ്റിക്ക് തോന്നുന്നു കുഞ്ഞന്റെ എൻഗേജ്മെന്റിന് സാരി എടുത്തതാണ്. ഒരു കൊല്ലം കഴിഞ്ഞു ഓണത്തിന്, 1.5 കൊല്ലത്തോളം. അപ്പോൾ അതിൻ്റെ ശേഷം ഞങ്ങൾ ഡ്രസ്സ് എടുത്തില്ല. പിന്നെ എൻ്റെ ചുരിദാറുകൾ എടുക്കണമെങ്കിൽ ഞാൻ റിലയൻസ് നിന്നാണ് സ്ഥിരം ചുരിദാർ എടുക്കുക. പക്ഷേ എൻ്റെ അത് പ്രമോഷനാട്ടോ, എനിക്ക് ഫ്രീ ആയിട്ട് അവർ തരുന്നതാണ്, കാശ് കൊടുത്തിട്ടൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ റിലയൻസ് കേട്ടോ. പിന്നെ കുണുക്കന് അതാ ഞാൻ പറഞ്ഞത്. പിന്നെ കുണിക്ക് ഡ്രസ്സ് എടുക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ കുണിക്ക് ഷോപ്പേരിക്ക് പോകുമ്പോൾ അപ്പം സ്റ്റുഡിയോയിൽ കയറും. എന്നുവെച്ചാൽ വെള്ളിയാഴ്ച ദിവസങ്ങളാണ്. അപ്പോൾ പുതിയ മോഡലിടും. അപ്പോൾ പോകുമ്പോൾ 299 399 രൂപയുടെ വില 2 രൂപ ഡ്രസ്സ് ഉണ്ട് കഴിഞ്ഞാൽ കുണുക്ക പാവം 199% കുണക്കനൊരു 3 തവസറുണ്ട്. അതിനൊപ്പം കുണക്കനൊരു 140 രൂപയുടെ 125 രൂപയുടെ ബനിയനുകളാണ് ഞാൻ മേടിക്കുക. അതിന് കൂടുതൽ കുണക്കിന് മേടിക്കാറില്ല. ആ ബനിയൻ മെനപ്പം കുണക്കിനൊക്കെ പറഞ്ഞാൽ ബനിയനൊക്കെ കുട്ടി ബനിയൻ ഒന്നും കൊള്ളാണ്ടായി. അല്ല എപ്പോഴേലും പോകുമ്പോൾ അതിനൊരു 124 പിന്നെ പെട്ടെന്ന് ചുരുങ്ങുകയും ചെയ്യും. പിന്നെ അവനും തടി വെച്ച് വരുമ്പോൾ അതിങ്ങനെ കുട്ടി ബനിയനാവും പോവാ. പിന്നെ ഞാനുമായിട്ടിന് ഡ്രസ്സ് എടുക്കാൻ വെച്ചാൽ ഹൈലൈറ്റ് മാളിൽ 600 രൂപയുടെ 620 രൂപയുടെ ഷർട്ടാണ്. അല്ല ഇനി എടുക്കുകയാണെങ്കിൽ ഏതെടുക്കുക? 699. അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. അത് എപ്പോഴെങ്കിലും ഓഫർ ഇട്ടാണെങ്കിൽ 499 കിട്ടും. ആ ഷർട്ടാണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് എപ്പോഴും എടുത്തിട്ട് കുറേ അത് ലാസ്റ്റിക്ക് ഒന്ന് പൊന്നു പഠിക്കാനനുസരിച്ച് ഒരു ഷർട്ട് എടുത്താൽ എന്താ അതിൻ്റെ ഫുൾ കൈ ഇങ്ങനെ ഫുൾ കൈ യൂസ് ചെയ്ത പൊന്നിനോട് ഹാഫ് കൈ കിട്ടാത്തതിനാണ് ഫുൾ കൈ മേടിച്ച്. അതിനാണ് ഹാഫ് കൈ ഇഷ്ടമല്ല, ഫുൾ കൈ ഇഷ്ടമല്ല, ഹാഫ് കൈ ഇഷ്ടമുള്ളൂ. അപ്പോൾ പിന്നെ എന്നോട് ഒരിട്ട് അയച്ചു കിട്ടും. അപ്പോൾ ഇതാണ് സഹോദരി, ഞങ്ങൾ ഡ്രസ്സ് എടുക്കണം ഞങ്ങളുടെ ലൈഫ്. നിങ്ങളുടെ ഡ്രസ്സ് കാണുന്നത് ചുരിദാറാണ്. ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് കണ്ടാറല്ലോ, അത് പ്രൊമോഷൻ വീഡിയോസ് ഒന്നും കണ്ടാറല്ലോ റിലയൻസിൻ്റെ. പിന്നെ നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് പേഷ്യൻ്റെ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ കണക്ക് ഹീറ്റർ മേടിക്കണം. എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും
അതുപോലെ നമുക്കതെല്ലാം പറ്റിയെന്ന് വരില്ല. 100,000 കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് എപ്പോഴും ഞാൻ പറയാറുള്ളൂ. നമ്മുടെ ഒരു വരുമാനം യൂട്യൂബ് ചാനൽ തന്നെയാണ്. അത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നോക്കണമെന്ന് ഒന്നിലേക്ക് ഒത്തണില്ല. തടസ്സങ്ങൾ, ഭയങ്കര തടസ്സം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഞങ്ങളെ ആരോ അടിച്ചമർത്തി കെടുത്തിട്ടിരിക്കുന്നു. ഞങ്ങളെ ആദ്യം എനിക്കായിരുന്നു ഒരു ബുദ്ധിമുട്ട്, വയറൊരു വേദന, അത് തണ്ടലുമയ്ക്ക്, ഛർദ്ദിക്കാൻ വരിക, തല കറങ്ങുക, മേലുകൈ വേദന, ഭക്ഷണം കഴിക്കാൻ തോന്നുക എനിക്കായിരുന്നു. അത് കുഞ്ഞ് വന്നപ്പോൾ പറയണത് കുഞ്ഞിനുണ്ടായിരുന്നു, പൊന്നു വന്നപ്പോൾ പറയണത് പൊന്നുവിനുണ്ട്, പനുവേട്ടന് തുടങ്ങി, കാർത്തും പറഞ്ഞിട്ട് വയറ് എനിച്ചിട്ടുണ്ട്, ഡോക്ടറെ എത്തിച്ച് പോവുക വയറ്. അത് അപ്പം അതിൻ്റെ ഒരു അവസ്ഥ അല്ല ചെയ്താൽ പറയണമെങ്കിൽ വയറ് എനിച്ചിട്ടുണ്ട്, ഡോക്ടറെ എത്തിച്ച് പോവുക എന്ന് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആളെ വീതം ഓരോരുത്തരും മാറിയിട്ടാണ് ഈ ഒരു അസുഖം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയണില്ല. ഇന്നലെ കെട്ടിപ്പാണ് നമുക്ക് വിശ്വസിക്കാം. അല്ല, നമുക്ക് വേണ്ട പല ചില ആൾക്കാരുടെ ഒരു മൈൻഡാണ് മറ്റുള്ളവരെ തളർത്തിയിടുക, മറ്റുള്ളവരുടെ ലൈഫ്. നമ്മുടെ കാശ് പോയാലല്ലേ, എന്തിനാ എൻ്റെ കാശ് കൊണ്ട് കളയണ ശരി. എന്തെന്നെ ഇന്നലെ ചെറിയൊരു ക്രിയ ഒരാൾ പറഞ്ഞു തന്നു, വലിയ ചെലവൊന്നുമില്ല, അത് ദൈവം സഹായിച്ച് അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാളത്തെ പോലെയല്ല. പച്ച മരിച്ചതിൻ്റെ ആളെന്നാണ് ഒരു ഒറ്റയാൻ്റെ കുതിപ്പാന്നെനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ആരോടായാലും പറയുക, 10 കുഴി ആരായാലും കുത്തിയ 11ാമത്തെ കുഴിയിൽ നമ്മൾ പോയി വീഴും. അത് ആലോചിക്കുക. ഞങ്ങൾ എന്തായാലും തിരിച്ചാർക്കും ഒന്നും ചെയ്യാല്ലേ. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ലോട്ടറി, ഓണ ബമ്പർ ലോട്ടറി അടിച്ചാൽ പോലും കോടികൾ ആസ്തിനെ പോലും ഞാൻ ഒരാൾക്കൊരു ദോഷം ചെയ്യില്ല, നാവുകൊണ്ട് പോലും പ്രാർത്ഥിക്കില്ല. അവൻ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞങ്ങളെ ചെയ്യണവരെ നിങ്ങൾക്ക് അനുഭവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആരെയും എന്തെങ്കിലും ചെയ്യണേ, ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ അടുത്തേക്ക് വരാണ്ട് കാക്കണ ദൈവമേന്ന് മാത്രം പ്രാർത്ഥിക്കുള്ളൂ. ഞങ്ങളുടെ കാര്യം ദൈവത്തിന് മുന്നിൽ ഞങ്ങൾക്ക് ഫുള്ളും പ്രാർത്ഥിച്ച് തീരാൻ വയ്യ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, 10 കുഴി ആരാനത്ത് കുത്തിയ 11ാമത്തെ കുഴി നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ട്. ചെയ്യണവർ എപ്പോഴും ആലോചിക്കുക, നമ്മുടെ വീട്ടിലുണ്ട് കുഞ്ഞു മക്കൾ, പഠിക്കാൻ പോകുന്ന കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്കൂളിലേക്ക് വേണ്ട കുട്ടികൾ തിരിച്ച് നമ്മളോടേക്ക് തന്നെ വരികയല്ലേ. അതുപോലെ തന്നെയാണ് ഈ ആഭിചാര കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും. ചെയ്യണവരൊന്നും ആലോചിക്കുക, ആരായാലും. ഇപ്പം എവിടെ പോയാലും ആൾക്കാർ കാണുമ്പോഴേക്കും അതാ പറയണത്, നിങ്ങൾക്ക് ആരൊക്കെയോ ചെയ്തിടണേ, എവിടെ പോയാലും അറിയാത്തവർ പോലും ഞങ്ങൾ കണ്ടിട്ട് പറയാം, മുഖമൊക്കെ നമ്മുടെ മാറുന്നുണ്ട് അത്ര, നിങ്ങൾക്ക് ആരോ എന്തോ പണി തരുന്നുണ്ടെന്നാണ് ഞാൻ എല്ലാവരും പറഞ്ഞു. ഞങ്ങൾ പ്രത്യേകിച്ച് പണിക്കന്മാരെടുത്ത് ഞങ്ങൾ പോകാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരും പക്ഷെ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇതിനെ പിന്നാലെ നടന്നിട്ടില്ല. പിന്നെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ, ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ, അത് നമ്മൾ വിശ്വസിക്കില്ലേ. പോസിറ്റീവ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അപ്പം നെഗറ്റീവ് ഉണ്ടല്ലോ. അതിൽ ദൈവം ഉണ്ടെങ്കിൽ പിശാചം ഉണ്ടല്ലോ, ആണുണ്ടെങ്കിൽ പെണ്ണുണ്ടല്ലോ, അപ്പോൾ ആകാശം ഉണ്ടെങ്കിൽ ഭൂമി ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ട് അല്ലേ, ഇതൊക്കെ നമുക്ക് അറിയാം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നാൾ ഞങ്ങളോട് ഞാനതൊന്നും വിശ്വസിക്കില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കൈവർഷം നമ്മൾ ഛർദ്ദിക്കുന്ന കാര്യമൊക്കെ, അപ്പോൾ ഒരാളോട് പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല, ആർക്ക് വേണം വെറുമായിട്ട് പാല് കുടിച്ച് കഴിഞ്ഞാൽ ആർക്കാണ് അങ്ങോട്ട് 4 അടി നടന്ന് 6 അടി ഛർദ്ദിക്കുന്നതാണ്. ആൾക്കാരെ 25,000 30,000 കൊണ്ടാണ് വിഷ്ണുമായുടെ അമ്പലത്തിലോട് ചിലവാക്കുന്നത്, പോയ കാശ് തിരിച്ചിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിശ്വാസമില്ലാത്തവരത് കളയില്ല. അപ്പോൾ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും മനസ്സിലുണ്ട് അല്ലേ. പക്ഷെ പറയുമ്പോൾ വിശ്വാസമില്ല, അത്രയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയണുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊന്നും ആരോടും ഒന്നും പറയാം. പക്ഷേ ഞങ്ങൾ ആർക്കും ഒന്നും ചെയ്യാനില്ല. പക്ഷെ അവരൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ കുഞ്ഞു മക്കൾക്ക് കൂടി വരുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമം. ഇപ്പോൾ കാർത്തു ആയാലും കൊടുക്കലായാലും അവരേനും കൂടി വെറുതെ വിടണില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്താ വെച്ചാൽ ഈ 2-3 ദിവസമായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറാൻ വീഡിയോ ഇല്ല. ഞങ്ങൾ കെട്ടുപ്പായിരുന്നു. കെടുപ്പെന്ന് വെച്ചാൽ ഒരു സൺഡേ ഞങ്ങൾക്ക് ആകെ സ്കൂളിലേക്ക് അവരിപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണുമ്പോൾ അറിയാം, അവരെന്നെ മുടക്കാറേ ഇല്ല. കൊടുക്കുന്ന സ്കൂൾ മുടക്കാറേ ഇല്ല. ഇപ്പോൾ വീഡിയോ കാണുന്നവരെ ഹോസ്പിറ്റലിൽ ചേർത്തതിന് ഒരു ദിവസം പോലെ ആരും മുടക്കാണ്ട് പരമാവധി കുണിക്ക് വൈകിയ പോലും കുളിയെ കൊണ്ടുപോകും. അല്ലെങ്കിൽ എനിക്ക് വൈകിങ്ങാനായിട്ട് ആ ഉണ്ണി കിടന്നു ഞാൻ അവരെ കുളിപ്പിച്ചത് യൂണിഫോം ആയിട്ട് നമുക്ക് പോകണമെങ്കിൽ ഫുഡ് മേടിച്ച് വരെ പാത്രത്തിലാക്കി കൊടുക്കാം. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് 3 ഇഡ്ഡലി ആക്കിയത് ഞങ്ങൾക്ക് ഒരു 10-150 രൂപയെ പോകുള്ളൂ. അങ്ങനെ ഞങ്ങൾ കൊണ്ടാക്കാറുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് 2 ആൾക്കും ആരും അടിച്ചമർത്തിയിട്ടുണ്ടോ എനിക്കാകുമ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് എനിക്കണമെന്ന് ഞങ്ങൾക്ക് ഒന്നിനും പറ്റാത്ത സാഹചര്യം. അപ്പം ഇന്നലെ ഒരാൾ പറഞ്ഞു ഞങ്ങളത് ചെയ്തു. അതിന് ശേഷം ഇന്നേക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലത്തെ ഒരു അവസ്ഥ ഉണ്ട്. ഞങ്ങൾ ഇന്ന് ഈ ഒരു നിലയ്ക്ക് വീട്ടിൽ പണിയോട് ചെയ്ത് 3 ദിവസം വീട് അടിച്ചുടയ്ക്കാൻ പറ്റാണ്ടിരുന്നിട്ട് ഞങ്ങൾ വീട് അടിച്ചു വരാണ്ടിരിക്കുന്ന പോലും ഇല്ല.
ഡെയിലി അടിച്ചുടയ്ക്കണ ഞങ്ങൾ 3 ദിവസമായി വീട് അടിച്ചുടയ്ക്കാൻ പറ്റുന്നില്ല. നേരെ ഇന്നലെ ഒരു നേരം കുറച്ച് കഞ്ഞിയാണ് കുടിച്ചിരിക്കുന്നത്. ഞാൻ രാവിലെ എണിച്ച് പറഞ്ഞ ശേഷം ദോശ ഉണ്ടാക്കി ചട്നി കൊടുത്ത് ഞാൻ ഒരു കഞ്ഞി വെച്ച് ഇറക്കി വെച്ചു. തരി നാളികേരം ചെയ്ത് ചമ്മന്തി അരച്ച് വെച്ചു. കഞ്ഞി കൊടുക്കത്ത് 4 പപ്പടം എടുത്ത് കാച്ചി. ഇതാണ് ഇന്നലത്തെ കെടുന്നിട്ട് ഞാൻ പാത്രം ഇന്നലെ കഴുകണത് ഇങ്ങനെ വാഷിംഗ് ബേസിൽ ഇങ്ങനെ കെടുന്നിട്ട് കൈ കുത്തി കെടുന്നിട്ട് പാത്രം പോർന്നു. അപ്പൊ കുണിക്കുമ്പോഴും വന്നിട്ട് എന്താ അമ്മ ഇങ്ങനെ കെടുന്ന് പാത്രം പോർന്നിരിക്കുന്നുണ്ട്. നിൽക്കാൻ പറ്റണില്ല. നമ്മളൊരാൾക്ക് നമ്മളെ നിവർന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് അങ്ങനെ എന്തൊക്കെയോ. എന്തായാലും പുറമേക്കൊരിക്കല്ല എല്ലാം നല്ലതിന്, എല്ലാം ഇനി വരണത് നല്ലതിന്, വരാൻ പോണത് നല്ലതിന് നമ്മൾ ചെറിച്ചോണ്ടൊക്കെ നേരിടും. നമുക്കിതിനൊപ്പം പിന്നാലെ നടക്കുക. നമ്മുടെ കയ്യിൽ കാശും പതിവൊന്നുമില്ല. ഇപ്പം നമ്മളിത് നോക്കുമ്പോൾ നമുക്കത് തിരിച്ച് നമ്മളെ ബാധിക്കാതിരിക്കാൻ അവർ പറയാം അങ്ങനെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പണിക്കന്മാരുടെ അടുത്ത് പോലെ പിടിക്കും പോലെ ദിവസം അയച്ച് കൊടുങ്ങല്ലൂർ അമ്മേൻ്റെ അടുത്ത് ഒരു ഒരു ചിരട് കിട്ടി. അതന്നെ, വേറെ ഒന്നും ചിരലില്ല. ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോകുമ്പോൾ ഒന്ന് തൊഴണം കൊടുങ്ങല്ലൂർ അമ്മേനെ, അത്രേ ഉള്ളൂ. ഈ ചിരട് കെട്ടിയത് ഞങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സമാധാനം ഞങ്ങൾക്ക് ഇപ്പം ഉണ്ട്. അതിന് അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മേനെ വിളിക്കാന്നുള്ളൊരു വിഷ്ണുവേനെയൊക്കെ വിളിക്കാന്നുള്ളൊരു ഒറ്റ ഇത്, വേറെ ഒന്നുമില്ല. ഞാൻ മല ചെയ്ത് മടുക്കുമ്പോൾ ആരെങ്കിലും നിർത്തുമായിരിക്കും എല്ലാവരും കേട്ടോ. ഇല്ല എന്താ വെച്ചാൽ ഞങ്ങളെ കാണുമ്പോ ഇങ്ങോട്ട് പറയുക. ഇന്നലെ ഒരാള് ഇറങ്ങി വന്നിട്ട് ആൾ കടന്ന് ഇറങ്ങി എൻ്റെ കാര്യമില്ല, ഇറങ്ങി വന്നിട്ട് എനിക്ക് മനസ്സിലായി നിങ്ങളെ അല്ലെങ്കിൽ ഇറങ്ങി വേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങിട്ടായിട്ട് പറയുക. കണ്ട മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെന്നെ ഫേസ് ഒന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളോട് നിങ്ങൾ തളരരുത്, നിങ്ങൾ പൊരുത്തിക്കോളൂ, ഒരിക്കലും തളർന്ന് പോവരുന്ന പറഞ്ഞു. ഈ വക ആൾക്കാർക്ക് പ്രചോദനം എന്തായാലും പ്രചോദനം കൂടട്ടെ. കാശ് നിങ്ങളുടെ ചിലവുണ്ട്, അനുഭവിക്കാൻ ഞങ്ങള് നിങ്ങൾക്ക് കാശ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവാക്കും, അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി ലൈഫ് മക്കളെ വെറുതെ വിട്ടോളൂ, അത് മാത്രം കാർത്ത് കൊടുക്കും ഈ 3 നേരത്തിന് വെറുതെ വിട്ടോളൂ എന്നുള്ള ഒറ്റ പ്രാർത്ഥനകളൊക്കെ ചിരിച്ചോടെ കൊണ്ട് തന്നെ നമ്മൾ നേരിട്ടിട്ട് നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ 3 ദിവസം വീഡിയോ ഇല്ലാത്തതിൻ്റെ കാരണം ഏതാ അല്ല. ഇത് പറയുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ആരെങ്കിലും എനിക്ക് മെസ്സേജ് ചേച്ചൊന്ന് നോക്കി നോക്കുക, അല്ല അങ്ങനെ ഉണ്ട് ചേച്ചി, വല്ല അമ്പലത്തിൽ ഒരു വില വഴിപാട് ചെയ്ത് നോക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാമല്ലോ, അത്രേ ഉള്ളൂ. നമ്മൾ പണിക്കന്മാരൊന്നും പോയി കാണില്ല, നമ്മൾ അതിൻ്റെ പിന്നാലെ നടന്നല്ല, അതിൻ്റെ പിന്നാലെ നടക്കണം. ആ കർമ്മ ഈ പോയിച്ചാൽ അതൊന്നുമില്ല. ദൈവത്തിനെ വിശ്വസിക്കുക, ദൈവം ഉണ്ടല്ലോ, എന്തായാലും ദൈവം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ദൈവമുണ്ട്, ഞങ്ങളുടെ മനസ്സിൽ മാതാവും ദൈവമൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. എല്ലാ ദൈവങ്ങളും വിശ്വസിച്ച് അങ്ങനെ നടക്കുക. പോവാ മോനെ, പിള്ളേരെ വേണ്ടാ പറയാ. ബൈ. ഞാൻ പറയല്ലേ ഉണ്ണാളെ സ്കൂളിൽ നിന്ന് കണ്ടിട്ട് ബൈരായിട്ടുണ്ട്. അപ്പോൾ ഉണ്ണോട് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വെച്ചിട്ട് ഞാൻ മീൻ നന്നാക്കാതിരിക്കട്ടെ. എന്താ വെച്ചാൽ അവർ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ മീൻ വറുത്ത് വെക്കാനുള്ള വെപ്രാളാണ് കേട്ടോ. അപ്പോൾ 2 ഇതാ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്, അവിടെ തലയുടെ എനിക്ക് കണ്ട. അപ്പോൾ മുറ്റത്ത് കളിക്കുമ്പോൾ തൊഴിലിക്കാൻ അവിടെ കിണർ ഹൈറ്റില്ലാത്ത കാരണം ഹൈറ്റിൽ കെട്ടിയിട്ടില്ല, തടഞ്ഞ് വീഴുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടിയിടുക, അങ്ങോട്ട് വായണ്ടിട്ട് അങ്ങനെ വേഗം മീനൊക്കെ വറുത്തു. പുളിക്ക് പപ്പടം കഴിച്ചതാണ്, കുണക്കിന് മീൻ വറുത്താണ് കേട്ടോ. അപ്പം ഞങ്ങളും ചോറിട്ടില്ലല്ലോ, അപ്പം ഞങ്ങൾ 4 ആൾ കൂടിയിട്ട് ചോറുണ്ടാകുന്ന വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ മേശയിൽ നിന്ന് ചോറുണ്ടിൽ കുറവായിട്ട് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് എടുത്ത് ഏറ്റുപൊക്കിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി, അവിടെ നിന്ന് ഏറ്റുപൊക്കി ഇങ്ങോട്ട് കൊടുത്ത്, പിന്നെ മേശ ഒരു നിലത്ത് ചോറ് കളഞ്ഞിട്ട് അത് അടിച്ചുടക്കിൽ. ഇവിടെ ആകുമ്പോൾ ഇവിടെ മാത്രമല്ല ക്ലീൻ ആക്കുന്നുണ്ട്, ഇവിടെ നിന്നെടുത്ത് അപ്പുറത്തേക്ക് വയ്ക്കല്ലേ വേണ്ടോന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുളിക്കാൻ ആവശ്യമുള്ളത് കുളിക്കെടുത്ത് സാമ്പാറും മീൻ വറുത്തത്, ഇത് കുളിക്കുമ്പോൾ സാമ്പാറും പപ്പടവും കൂട്ടിയിട്ട് ചോറിനാണ് കേട്ടോ. സത്യം പറയലേ ഒരു ടേസ്റ്റ് ചെയ്യുന്നല്ലോ, ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ രാത്രിക്ക് ചപ്പാത്തി ദോശ പുട്ട ഉണ്ടാക്കാമെന്ന് വെച്ചിരുന്നാൽ ഞങ്ങൾ വീണ്ടും രാത്രി കുറച്ചും കൂടി അരി അടപ്പത്തിട്ടു. ഞാൻ ഇന്നലത്തെ ചോറാട്ട തിളപ്പിച്ച് ഊറ്റിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് പറയാം, ചെറിയ കാസറോള് നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഞാൻ വേറെ വെക്കുന്നില്ല. ഇനി രാത്രിക്ക് നമുക്ക് എന്തെങ്കിലും ചപ്പാത്തി സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കുണുക്കിനോട് വെച്ച് കുണുക്കുക രാത്രിക്ക് എന്താ വേണ്ടി ചോറ വേണ്ടി ദോശ. അപ്പോൾ ദോശ എന്ന് പറയണ എന്നും പറയണ ആൾ കുണുക്കിന് വിളിക്കും ചോറ് മതി ദോശ വേണ്ടതാണ്. എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ചെയ്യുന്നു, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ആ സാമ്പാറും ആ കായ്പയ്ക്ക പച്ചടിയും ആ പപ്പടവും അച്ചാറും മീൻ വറുത്ത് കൂടി ചോറിനുണ്ടല്ലോ, ആഹാ ഭയങ്കര ടേസ്റ്റ്. കുറേ ദിവസത്തിന് ശേഷം ഞാൻ നല്ല ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇങ്ങനെ ഇത്ര ദിവസം നിങ്ങൾക്ക് ഭക്ഷണം വേണോ വേണേ അങ്ങനത്തെ ഒരു കഴിക്കൽ തന്നെയായിരുന്നു കേട്ടോ. കുറേ ദിവസം ഒരാൾ ഞങ്ങളോട് കാര്യം പറഞ്ഞു, അത് ചെയ്തതിൻ്റെ ശേഷം തോന്നുന്നു എനിക്ക് തന്നെ നടക്കാനൊക്കെ പറ്റിയത്. അതേപോലെ ഞങ്ങൾക്ക് കുറേ ദിവസം ശേഷം ഭക്ഷണം കഴിക്കാൻ പറ്റി, ആസ്വദിച്ച് ഇത് ഞാൻ എല്ലാവരും ഫുഡ് കഴിക്കുക. എന്താണെന്ന് വെച്ചാൽ
കുറേ ദിവസമായി ഫുഡ് കഴിച്ചിട്ട് നേരെ ചൂന് ഫുഡ് എടുക്കും, പിന്നെ വേണോ വേണ്ട രാത്രികളിലൊന്നും ഫുഡ് കഴിക്കാറേ ഇല്ല. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്തത് വീണ്ടും നമ്മൾ പാത്രം മോറിൻ്റെ ചടങ്ങിലേക്ക് കടന്നു വിട്ടാം. ശരിയോ പണി തീരണം നേരമില്ല സത്യമാണ്. അപ്പോഴേക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കലത്തിൽ വെള്ളം വെച്ചിട്ട് ഇനി ഒരു 1.5 ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതും ബാക്കി വരും കേട്ടോ. അപ്പോഴേക്കും കുളിക്കുമ്പോൾ കണ്ണിമാങ്ങ കുളിക്കാൻ പോയപ്പോൾ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി ഉപ്പിട്ട് തിന്നാൻ വേണ്ടി നോക്കണ്ട. അപ്പം ഞാൻ ചീത്തായിരുന്നു, ഇപ്പം ചോറും ഉണ്ടല്ലോ ഇനി എന്തിനാ കഴിക്കണേന്ന് വെച്ചിട്ട് കേട്ടോ. അല്ല അതാണ് ഞാൻ അവിടെ ചീത്ത പറഞ്ഞിരിക്കുക. കുളിക്കാൻ നിനക്ക് വേറെ പണി സത്യം വല്ല പണി ഉണ്ടാക്കിയതിന് വയ്യ, ചെയ്യാൻ വയ്യ. ഒരു വിധത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഒതുക്കി നിൽക്കുന്നത്. അപ്പോഴേക്കും അപ്പുറത്തുനിന്ന് വരും, ഇവിടെ പണി കഴിച്ച് കഴിയുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഒരു പണി കിട്ടും. അങ്ങനെയാണ് കേട്ടത്. ഇപ്പോൾ ഒന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ചൂസ് ഉണ്ടായിരുന്നില്ല കുളിക്കാൻ കുളിക്കുക. അതാണ് അവരിന്ന് ചോറുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് മോനെ പഠിപ്പിച്ചിട്ട് ക്ഷീണിച്ചിട്ടൊരു അച്ഛൻ വന്നിട്ട് എന്താണ് കേട്ടാ മുടിയൊക്കെ അരിച്ചിരിക്കുന്നില്ല. അവൻ ശ്രദ്ധിക്കില്ല, അവനെ പഠിപ്പിക്കണമെങ്കിൽ എളുപ്പമല്ല. വടിയിൽ കുടച്ചക്കറ വേണ്ടി ഇരിക്കുന്നില്ല, കുറച്ച് വെള്ളം വേണം കേട്ടേക്ക്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.